പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മക്കളെല്ലാവരെയും അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും പ്രത്യേകമായ വിധത്തില് പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുകയും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ അഭിഷേകം സ്വർഗത്തിൽ നിന്ന് സഹായം നൽകി പരീക്ഷ നന്നായിട്ട് എഴുതുവാനും വിജയം കൈവരിക്കുവാനും വേണ്ട വലിയ ശക്തിയും കൃപയും വേണ്ട വരദാന ഫലങ്ങളും സ്വർഗത്തിന്റെ ഉന്നതമായ ഇടപെടൽ നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ തോബിത്ത് 8:17 ആരോഗ്യവും സന്തോഷവും കൃപയും നിറച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും അങ്ങയുടെ നാമത്തിൽ അങ്ങനെ പരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്യ മാതാപിതാക്കൾ മക്കളെ ഓർത്ത് സന്തോഷിക്കുവാൻ ഇടയാകത്തക്ക വിധം മക്കൾ അനുസരിച്ച് പഠിച്ച് വിജയം കൈവരിക്കുവാൻ ഇടയാകട്ടെ. ഈ മക്കളെ ഓർത്ത് കർത്താവെ സന്തോഷിക്കുവാനുള്ള വലിയ ഭാഗ്യം എല്ലാ മാതാപിതാക്കൾക്കും നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി തിരുക്കുടുംബത്തിന്റെ വലിയ മാധ്യസ്ഥം പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെ മനുഷ്യ മുമ്പിൽ പ്രീതിയിലും വളർന്നു വന്ന ഈശോയെ പോലെ ഞങ്ങളുടെ മക്കൾ വളരാൻ, അത് കണ്ട് യൗസേപിതാവിനെ പോലെ പരിശുദ്ധാമ്മയെ പോലെ സന്തോഷിക്കാനും എല്ലാ മാതാപിതാക്കൾക്കും ഇടയാകട്ടെ. അതിനാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഈ മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, കുടുംബങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ പ്രാർത്ഥനയില് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിന്റെ ഇടപെടലിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ സ്വർഗം ഒത്തിരിയേറെ സന്തോഷിക്കുന്നുണ്ട്. മക്കളെ അതുപോലെ വിലമതിച്ച് അവരെ ചേർത്ത് പിടിച്ച് ദൈവത്തിലേക്ക് അടുപ്പിച്ചു നിർത്തി ദൈവത്തിന്റെ സഹായത്താൽ നയിക്കുന്ന ഈ വലിയ ശുശ്രൂഷ, ഈ വലിയ പ്രാർത്ഥന സ്വർഗം അതുപോലെ വിലമതിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന അനേകരിലേക്ക് എത്തിക്കണേ, പരസ്പരം പങ്കുവെക്കണേ, ഇഷ്ടമായിട്ട് പ്രാർത്ഥിക്കണേ. നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ഒരു വചനം ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനമാണ്. നമ്മുടെ വായിക്കുകയാണ്. ഷണ്ഡന്മാരുടെ നായകന് ദാനിയേലിനോട് പ്രീതിയും അനുകമ്പയും തോന്നാൻ ദൈവം ഇടയാക്കി. പശ്ചാത്തലം നമുക്കറിയാം. രാജകൊട്ടാരത്തില് ദാനിയേലും ആ 3 കൂട്ടുകാരും ശദ്രാക്കും മെഷാക്കും അബേദ്നെഗോയും തീരുമാനമെടുത്തു കർത്താവിന്റെ വചനം പാലിക്കാൻ, അനുവദനീയമല്ലാത്ത ഭക്ഷണം കഴിക്കാതിരിക്കാൻ, മദ്യം കഴിക്കാതിരിക്കാൻ, അങ്ങനെ ദൈവത്തിന്റെ മക്കളായിട്ട് വചനത്തിന് പ്രാധാന്യം ജീവിക്കാൻ തീരുമാനിച്ചപ്പോ ദൈവം ചെയ്ത പ്രവൃത്തി എന്താണ്? അവരോട് അനുകമ്പയും പ്രീതിയും തോന്നാൻ ഷണ്ഡന്മാരുടെ നായകന് ദൈവം ഒരു മനസ്സ് കൊടുത്തു, ദൈവം ഇടയാക്കി. നമ്മുടെ ദൈവത്തിന് ഒരു വലിയ പ്രവൃത്തിയുണ്ട്. ദൈവം ചിലരെ ഇടയാക്കും, അനുവദനീയമാക്കും, അല്ലെങ്കിൽ നമുക്ക് അനുകൂലമാക്കും. നമ്മള് പുറപ്പാട് പുസ്തകത്തില് ഫറവോയുടെ ഹൃദയം കർത്താവ് കഠിനമാക്കി എന്ന് പറയുന്നുണ്ട്. അവന്റെ ഹൃദയം കർത്താവ് കഠിനമാക്കി. ഇനി ചിലരുടെ ഹൃദയങ്ങളെ ദൈവം നമുക്ക് വേണ്ടി അനുകൂലമാക്കുന്നുണ്ട്. നെഹെമിയ അല്ലെങ്കിൽ എസ്ര, ഇവിടെയൊക്കെ ജീവിതത്തില് ആ രാജാക്കന്മാര്, സൈറസും മറ്റ് അവരെ അടക്കി ഭരിക്കുന്ന രാജാക്കന്മാർക്ക് അവരോട് അനുകമ്പ തോന്നാൻ ദൈവം ഇടയാക്കി. സൈറസിനെ ദൈവം ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദേവാലയം പണിതുയർത്താനും ആ പ്രവാസത്തിൽ നിന്ന് പട്ടണം പണിതുയർത്താനും വേണ്ടി ദൈവം സൈറസ് എന്ന് പറയുന്ന വിജയാതീയ രാജാവിനെ ദൈവം മനസ്സ് കൊടുത്ത് അതിനുവേണ്ടി ഇടയാക്കി. തന്റെ ജനത്തിനു വേണ്ടി ഒരുത്തന്റെ ശത്രുവിന്റെ എതിരാളിയുടെ മനസ്സ് മാറ്റുന്ന ദൈവം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്താണ് ഒരിക്കൽ വെച്ച് ദാനിയേലിനോട് പ്രീതിയും അനുകമ്പയും തോന്നാൻ ദൈവം ഇടയാക്കി. നമ്മളിന്ന് പരീക്ഷ എഴുതുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ മക്കളോടും എന്താ പറയുക, പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട അധികാരികള്, ചോദ്യ പേപ്പറുകള് വാലുവേറ്റ് ചെയ്യുന്ന അധ്യാപകര്, അതുമായി ഇന്റർവ്യൂ ചെയ്യുന്ന അധ്യാപകര്, ഇവരൊക്കെ
നമ്മുടെ മക്കളോട് അനുകമ്പയും പ്രീതിയും തോന്നാൻ, ഇതെല്ലാം ഈ പരീക്ഷകരുമൊക്കെ ചോദ്യപേപ്പറുകളുമൊക്കെ നമ്മുടെ മക്കൾക്ക് അനുകൂലമാകാൻ വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവം ഇടയാക്കി എല്ലാം അനുകൂലമാകാൻ, പ്രീതി തോന്നാൻ, അവർക്ക് വിജയം നൽകാൻ, അവരെ എളുപ്പമുള്ള ചോദ്യങ്ങൾ നൽകാൻ, പരീക്ഷയിൽ വിജയിപ്പിക്കാൻ ദൈവം ഇടയാക്കി. ഇത് വലിയൊരു സംഭവം. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ മക്കൾക്ക് എല്ലാം നന്നായിട്ട് ചെയ്യാൻ, അവരോട് പ്രീതി തോന്നുന്നത്. നമുക്കറിയാം, ചില മക്കൾ പറയുന്നുണ്ട്, സാറുമാർക്ക് ഭയങ്കര ദേഷ്യം, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വന്ന ഇന്റർവ്യൂവിന് വന്ന ആ സാറിന് ഭയങ്കര ദേഷ്യം, എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികള്, ചോദ്യപേപ്പറുകള്, അല്ലെങ്കിൽ ഇടങ്ങള്, ഉദ്യോഗസ്ഥര്, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളും നമ്മുടെ മക്കളോട് അനുകമ്പയും പ്രീതിയും തോന്നാൻ, നമ്മുടെ മക്കൾക്ക് അനുകൂലമാക്കാൻ ദൈവം മനസ്സ് ആയി ഇടവരുത്തട്ടെ. ഇത് വലിയൊരു മേഖലയാണ്. ദൈവം ഇടയാക്കി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ അവന്റെ മനസ്സ്. ഞാൻ പറഞ്ഞില്ലേ, ആ രാജാക്കന്മാരൊക്കെ ഇപ്പൊ ഇവിടെ തന്നെയാണെങ്കിൽ ദാനിയേലിനോട് ആ കരുണ തോന്നാൻ ഇടയാക്കി. അവനെ ദൈവം അനുഗ്രഹിച്ചു, ഉയർത്തി. ആ സ്ഥലത്ത് ദാനിയേലിനെയും ഈ 3 യുവാക്കന്മാരെയും ഉന്നത സ്ഥാനീയരാക്കി മാറ്റി. അത് ദൈവം ഇടയാക്കിയതാ. ഇതുകൊണ്ട് നമ്മുടെ മക്കളെ, അവരുടെ പരീക്ഷ, ജോലി, ഇന്റർവ്യൂ, വൈവ, ഇതിന്റെ അല്ലെങ്കിൽ പ്രോജക്റ്റ് വർക്ക്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, PhD പോലുള്ള ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഡയറക്ടേഴ്സ്, ഇവരൊക്കെ നമ്മുടെ മക്കളോട് അനുകമ്പയും പ്രീതിയും തോന്നാനും അവരെ വിജയിപ്പിക്കാനും ഒക്കെ ഇടയാക്കത്തക്ക വിധം അനുകൂലമാക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ എവിടെയൊക്കെ പോകുന്നുവോ, ഏതെല്ലാം വഴികളിലൂടെയാണ് പോകുന്നത്, ഏതെല്ലാം വ്യക്തികളുമായിട്ട് ഇടപെടേണ്ടി വരുന്നുവോ, അധികാരികള്, പരീക്ഷകര്, ഇവരൊക്കെ നമ്മുടെ മക്കളോട് അനുകമ്പ തോന്നാനും നമ്മുടെ മക്കളോട് പ്രീതി തോന്നാനും നമ്മുടെ മക്കൾക്ക് ഇതെല്ലാം അനുകൂലമാകാനൊക്കെ ദൈവമേ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഉന്നത വിജയം നേടാനും ദാനിയേലിനെ പോലെ, ആ 3 യുവാക്കന്മാരെ പോലെ, ആ സമൂഹത്തില്, ആ കൂട്ടായ്മയില് കുറെ പേരുണ്ട് ഇവരുടെ കൂട്ടായ്മയില്. എന്നാൽ ഇവർക്ക് എന്ത് സംഭവിച്ച, മറ്റെല്ലാവരെക്കാൾ കൂടുതൽ ശക്തരും ഓജസ്സും ബുദ്ധിയും അറിവും സാമർഥ്യവും എല്ലാം നൽകി ദൈവം ഇവരെ അനുഗ്രഹിച്ചു. അങ്ങനെ ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു ഇടയാക്കൽ, അനുകൂലമാക്കൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിലും സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, അങ്ങനെ നമ്മുടെ മക്കൾ എല്ലാം അനുകൂലമായിട്ട് പരീക്ഷ എഴുതി വിജയം കൈവരിച്ച് ഇന്റർവ്യൂ പാസ്സായി ജോലി കിട്ടി ഉന്നത സ്ഥാനീയരായിട്ട് മാറട്ടെ. ഒരു വലിയ അഭിഷേകം കർത്താവേ ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാതാപിതാക്കളുടെ പ്രാർത്ഥനകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ ഈ ഒരു വലിയ അഭിഷേകത്തിനായി ഞങ്ങളുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുനാമത്തിൽ തന്നെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യശോയെ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും ഞങ്ങളുടെ കൂടെ ആയിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ട് ഞങ്ങളെപ്പോഴും വഴി നടത്തുന്ന കർത്താവാണല്ലോ അവിടുന്ന്. ആകാശവും ഭൂമിയും എല്ലാം അങ്ങേക്ക് വിധേയമാണ്. കർത്താവ്, അങ്ങേക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ഞങ്ങളിന്ന് കണ്ടില്ലേ, ദാനിയേലിന്റെയും ആ 3 യുവാക്കന്മാരുടെയും ജീവിതത്തില് അവരുടെ ശത്രുക്കളെന്ന് വിശേഷിപ്പിക്കുന്ന വിധത്തിലുള്ളവരുടെ മനസ്സ് മാറ്റിക്കൊണ്ട് അവരോട് പ്രീതിയും അനുകമ്പയും തോന്നാൻ ഇടയാക്കിക്കൊണ്ട് ആ മക്കളുടെ ജീവിതത്തെ അങ്ങേക്ക് പ്രീതികരമാക്കി അങ്ങ് മാറ്റിയല്ലോ. മാത്രമല്ല, മറ്റെല്ലാവരെക്കാൾ ഉയർത്തി ഉന്നത സ്ഥാനീയരാക്കി അങ്ങയുടെ മക്കളെ ഏത് ശത്രുവിന്റെ കൂടാരത്തിലും ഉയർത്തുവാൻ കഴിവുള്ളവനാണല്ലോ അവിടുന്ന്. കർത്താവേ, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കൾ ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക. ഒത്തിരിയേറെ എതിർപ്പുകളും ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ പരീക്ഷകളിലൂടെ ഞങ്ങളുടെ മക്കൾ കടന്നു പോകുമ്പോ കർത്താവേ, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറുകള്, അതോടൊപ്പം തന്നെ വ്യക്തികള്, ഇന്റർവ്യൂ ചെയ്യുന്ന സാറുമാര്, അധ്യാപകര്, അതുമായിട്ട് ബന്ധപ്പെട്ട വാല്യുവേഷൻ, കർത്താവേ, എല്ലാം ഞങ്ങളുടെ മക്കൾക്ക് അനുകൂലമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ 3 യുവാക്കന്മാരെ തീച്ചോളയിൽ നിന്ന് അങ്ങ് സംരക്ഷിച്ചു. ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് അങ്ങ് സംരക്ഷിച്ചു. അങ്ങ് ആ മക്കളുടെ ജീവിതത്തിൽ
അതിശക്തമായിട്ട് ഇടപെട്ടു. രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ ആ മക്കളോട് അനുകമ്പയുള്ളതാക്കി മാറ്റി, അവരെ ഉയർത്തി, അവരെ അധിപന്മാരാക്കി മാറ്റി. കർത്താവേ, ആ വലിയ അഭിഷേകം ഞങ്ങളുടെ മക്കൾക്ക് നൽകി. പരീക്ഷാ മേഖലയില്, ഇന്റർവ്യൂ മേഖലകളില്, അവരുടെ ടെസ്റ്റുകളില്, അതോടൊപ്പം തന്നെ ജോലിയുടെ സംലഭ്യതയില് കർത്താവേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് ദാനിയേലിനെയും ശദ്രാക്കിനെയും മെഷാക്കിനെയും അബദ്നെഗോയെയും ഉയർത്തിയതുപോലെ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മക്കളെ ഉയർത്തണമേ, ഉന്നത സ്ഥാനീയരാക്കണമേ, അഭിഷേകം ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ മക്കൾക്ക് എല്ലാം അനുകൂലമാക്കി മാറ്റണമേ കർത്താവേ. ഞങ്ങളുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഞങ്ങളുടെ മക്കളോട് പ്രീതിയും അനുകമ്പയും തോന്നാൻ അവിടുന്ന് ഇടയാക്കണമേ. ജോലി സ്ഥലങ്ങളില്, പരീക്ഷാ സ്ഥലങ്ങളില്, ഇന്റർവ്യൂയുടെ ഇടങ്ങളില്, ഞങ്ങളുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട എല്ലായിടങ്ങളിലും കർത്താവെ, അവരെ പരിശോധിക്കുന്ന, അവരെ ഇന്റർവ്യൂ ചെയ്യുന്ന, പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും, എല്ലാ മേഖലകളെയും കർത്താവെ, ഞങ്ങളുടെ മക്കളോട് അനുകമ്പ തോന്നാൻ, പ്രീതി തോന്നാൻ ഇടയാക്കണമേ. ഈശോയെ, ഞങ്ങളുടെ മക്കളെ അങ്ങ് പൊതിഞ്ഞു പിടിക്കണം. അങ്ങയുടെ പരിശുദ്ധ രക്തത്താല് ഞങ്ങളുടെ മക്കളെ കഴുകണം. അങ്ങയുടെ ഹൃദയത്തിനുള്ളില് ഞങ്ങളുടെ മക്കളെ ഒരു കോട്ടയ്ക്കുള്ളിൽ എന്ന പോലെ പൊതിഞ്ഞു പിടിക്കണം. ഒരു തിന്മയും കടന്നു വരാതെ സ്വർഗത്തിന്റെ സഹായം, സംരക്ഷണം ഞങ്ങളുടെ മക്കൾക്ക് നൽകിക്കൊണ്ട്, ഇടത്ത് യോസേപ്പ് പിതാവും വലത്ത് പരിശുദ്ധ അമ്മയും മുകളിൽ വിശുദ്ധ മിഖായേൽ മാലാഖ സംരക്ഷണ ചിറക് വിരിച്ച് സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ വിജയം കൈവരിക്കുവാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ സന്നദ്ധിയില് കർത്താവെ, ഞങ്ങളുടെ മക്കളെ പരമേൽപ്പിക്കുന്നു. എല്ലാം അനുകൂലമാകട്ടെ. ഞങ്ങളുടെ മക്കളോട് പ്രീതിയും അനുകമ്പയും തോന്നുന്ന വിധത്തില് പരീക്ഷാ മേഖലകളെ അങ്ങ് തന്നെ ക്രമപ്പെടുത്തണമേ. ഞങ്ങളുടെ മക്കൾ ജയിക്കട്ടെ, അങ്ങയുടെ നാമത്തിൽ ജയിക്കട്ടെ, അങ്ങയുടെ ശക്തിയിൽ ജയിക്കട്ടെ, അങ്ങയുടെ ഇടപെടലിൽ ജയിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ എല്ലായിടത്തും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കും മക്കളെ. ദിവ്യാനുസന്നതിയില് നമ്മുടെ മക്കളെ ഉന്നതമായ അഭിഷേകത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ച്, അത്യന്താപേക്ഷിതമായ ഒരു പ്രാർത്ഥനയാണ് മക്കളെ ഇത്. അഭിഷേകം നിറയട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, എല്ലാം നമ്മുടെ മക്കൾക്ക് അനുകൂലമാകട്ടെ. എല്ലാവർക്കും നമ്മുടെ മക്കളോട് അനുകമ്പയും പ്രീതിയും തോന്നാൻ, അങ്ങനെ വിജയം നൽകുന്ന രീതിയിൽ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഇടപെടാൻ ഇടയാകട്ടെ. എല്ലാം ഒരു നിമിഷം നിശബ്ദമായിട്ട് ദിവ്യാനുസന്നതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യശോയെ, പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ മക്കളുടെ വളർച്ചയിലും വിജയത്തിലും ആരും ഞങ്ങളുടെ മക്കൾക്കെതിരെ ഹൃദയം കഠിനമാക്കരുത് കർത്താവേ. ഫറവോയുടെ ഹൃദയം കഠിനമാക്കിയതുപോലെ ഞങ്ങളുടെ മക്കൾക്കെതിരെ ആരുടെയും ഹൃദയം ഈശോയെ കഠിനമാക്കരുത്. എല്ലാ മക്കളുടെയും ഹൃദയം ഞങ്ങളുടെ മക്കളോട് പ്രീതിയും അനുകമ്പയും തോന്നാൻ ഇടയാകത്തക്ക വിധം ദൈവമേ, കർത്താവേ, അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക്, സ്വർഗത്തിന്റെ ഇടപെടലിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം ഈശോയെ.